ഹേ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡുകൾ എങ്ങനെ നമ്മൾ പോട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ ഇപ്പം കുറച്ച് ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ മെയിൻ വീഡിയോസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 80+ വെറൈറ്റീസ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് അവൈലബിൾ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ വെറൈറ്റീസ് മേടിക്കണമെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായിട്ട് നമ്പർ 9809806874 കോൺടാക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാറ്റലോഗ് അയച്ചു തരും. കാറ്റലോഗ് വഴി നിങ്ങൾക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ കാണുന്ന ഗ്രൗണ്ട് ഓർക്കിഡ്സ് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഇൻഡോർ പ്ലാന്റ്സ്, വാട്ടർ പ്ലാന്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പോട്ടിങ്ങിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ പോട്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, എന്തൊക്കെ വളപ്രയോഗങ്ങൾ നമുക്കിതിൽ ചെയ്യാം, നമുക്ക് കൂടുതൽ കാലം നമ്മുടെ പ്ലാന്റിനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഗ്രൗണ്ട് ഓർക്കിഡ് കെയറിൻ്റെ ഒരു വീഡിയോ. ഇതുപോലെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് കെയറിൻ്റെ ഒത്തിരി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മണ്ണാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നോർമലി മണ്ണല്ല, മണലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. മണലും പിന്നെ നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കുന്നുള്ളത് ഉടനെ നമുക്ക് വീഡിയോയിൽ കണ്ടിന്യൂ ആയിട്ട് പറയാം. പിന്നെ ഇതിൽ നമുക്കിതുപോലെ കുറേ വെറൈറ്റീസ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോട്ടിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇരിക്കുന്ന അത്യാവശ്യം തിക്കായിട്ടിരിക്കുന്ന പ്ലാന്റിനെ നമുക്കൊന്ന് ഇളക്കി നട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പ്ലാന്റിനെ ഇളക്കുകയാണ്. അപ്പോൾ പ്ലാന്റിനെ ഇളക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇടിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് അനങ്ങി സൈഡിൽ നിന്നുള്ള സെറ്റായിട്ടിരിക്കുന്നതൊന്ന് മാറി റെഡി ആയിട്ട് വരും. ഒന്നാമത് നമ്മൾ മണലിൽ വെച്ചേക്കുന്നതുകൊണ്ട് ഇളക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഈ മണലിൽ വയ്ക്കുന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമുക്കിതിങ്ങനെ പിരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അല്ലാതെ മണ്ണാണെങ്കിൽ പെട്ടെന്ന് ചെളിയാവാനും ചാൻസ് ഉണ്ട്, ഇത് അഴുകി പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റീപോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല പാടായിരിക്കും. പിന്നെ ഫംഗസ് അറ്റാക്ക്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മണ്ണ് യൂസ് ചെയ്യുമ്പോൾ അത് ചെളി പോലെ ആയിപ്പോവും മഴയൊക്കെ ഉള്ള സമയത്ത്. പക്ഷേ മണലാണെങ്കിൽ വെള്ളം താനെ അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് വരെ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്കത് ഓരോ പ്ലാന്റായിട്ട് സെപ്പറേറ്റ് ആയി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ഓരോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ മണലും പിന്നെ നമുക്ക് കരിയില കമ്പോസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, കരിയില കമ്പോസ്റ്റും പിന്നെ നമ്മൾ ചാണകപ്പൊടിയും. ഇത്രയും മാത്രമാണ് നമ്മളിതിൽ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പോട്ടിങ്ങിന് സമയത്ത് നമ്മൾ ഇതുപോലെ എടുക്കുന്ന പോട്ടുകൾ എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ആദ്യം തെർമോക്കോളാണ് മിക്സ് ചെയ്യാറുള്ളത്. തെർമോക്കോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ്ലെസ്സും ആണ്. പിന്നെ അടിഭാഗത്ത് വെള്ളം കൂടുതൽ നിൽക്കാതെ താന്നിറങ്ങിപ്പോകും. പലരും മെറ്റൽസോ അല്ലെങ്കിൽ നമുക്ക് അതുപോലെയുള്ള സ്റ്റോൺസ് യൂസ് ചെയ്യും. അതിന് പകരം നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒരു പരിധി വരെ. അതിന് വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പോട്ടി മിശ്രിതം നമ്മളിതിൽ ആഡ് ചെയ്തു. പോട്ടി മിശ്രിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മണലും പിന്നെ നമ്മുടെ കരിയില കമ്പോസ്റ്റ്, പിന്നെ നമ്മളെ ചാണകപ്പൊടി, നല്ല ഉണക്ക ചാണകപ്പൊടി. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. കൂടുതൽ വേറെ സാധനങ്ങൾ നമ്മൾ NPK പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ കിട്ടും. പക്ഷേ നമ്മുടെ പ്ലാന്റിൻ്റെ ആരോഗ്യവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്കത് പോയി കിട്ടും. അതിന് നമ്മൾ ഇളക്കിയെടുക്കുന്ന പ്ലാന്റ് നടുന്നതിന് ടൈമിൽ തന്നെ നമുക്ക് ഇതുപോലെ സൈഡിലുള്ള വേസ്റ്റ് പഴയ റൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാന്റ് വീണ്ടും ഫ്രഷ് ആയിട്ട് പൊടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ പെട്ടെന്ന് അടുത്ത റൂട്ട് സ്റ്റാർട്ടാവും. പഴയ റൂട്ട് അവിടെ ഇരിക്കുന്ന ഒരു പരിധി വരെ നമുക്ക് അതിന് ഫംഗസ് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം പോട്ടിൽ ഇതുപോലെ വയ്ക്കുക. വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മണ്ണ് നമ്മളെ പോട്ട് മിക്സ് നമുക്ക് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല രീതിയിൽ പ്ലാന്റ് കൊണ്ടുപോകാം. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ല ഉണക്ക ചാണകപ്പൊടി നമുക്ക് കൊടുക്കാം. അത് നമുക്ക് എപ്പോഴറിയാമെന്ന് പറയുമ്പോൾ നമുക്ക് ആ മണ്ണിൻ്റെ കളർ ജസ്റ്റ് നല്ലൊരു വൈറ്റിഷ് പോലെ ആവും. മണല് അങ്ങനെ മാറുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഏകദേശം അടുത്ത് ഇതിന് കൊടുക്കാൻ വേണ്ടിയുള്ള വളം ചെയ്യാനുള്ള ടൈം ആയെന്ന്. അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കെയറിങ് വീഡിയോസ് നമ്മൾ തുടർന്നും ഇതുപോലെ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ദിസ് ഈസ് അരുൺ. ബൈ ബൈ.